ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ അഗാരോൻ്റെ ഹെയർ വോളിമൈസിങ് ബ്രഷിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുടി കണ്ടില്ലേ, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സിൽക്കി സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഹെയറിനെ മാറ്റാൻ പറ്റുന്ന ഒരു ബ്രഷാണിത്. സോ ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. കണ്ടല്ലോ, എൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ സ്പീഡ് സെറ്റിങ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. 3 ഹീറ്റും 2 സ്പീഡ് സെറ്റിങ്ങുമാണ് വരുന്നത്. ഇനി ബ്രിസിൽ നമ്മൾ ഓൺ ചെയ്തിട്ട് തൊട്ടാലൊന്നും നമുക്ക് പൊള്ളത്തില്ല. നമ്മൾ ചില ഹെയർ സ്ട്രൈറ്റ്നസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെവിയിലൊക്കെ കൊള്ളുമ്പോൾ പൊള്ളത്തില്ല. പക്ഷേ ഇത് അങ്ങനെ ഒന്ന് പൊള്ളുന്ന ടൈപ്പ് ഒരു സാധനമൊന്നും അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലും ഇങ്ങനെ ചീപ്പ് പോലെ യൂസ് ചെയ്യാം. സ്കാൽപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹെയർ ഡാമ്പ് ആയിരിക്കണം. അതായത് കുളിച്ച ഉടനെ വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീഴുന്ന സമയത്തല്ല, ജസ്റ്റ് നമ്മൾ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് തോരുമ്പോൾ ആ വെറ്റ്നെസ്സോടെ തന്നെ നമ്മളിത് യൂസ് ചെയ്യണം. ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് നമ്മൾ ഹെയർ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പിന്നെ വളരെ കുറച്ച് മുടിയേ ഉള്ളൂ, അതുകൊണ്ട് അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് ഫുൾ സെറ്റ് ചെയ്ത് കഴിയും. പിന്നെ ഇതിൻ്റെ യൂസ് ഇതൊക്കെയാണ്. എനിക്കിവിടെയൊക്കെ വോളിയം ഭയങ്കര കുറവ്, ഇങ്ങനെ ചപ്പി ഇരിക്കുന്നത്, ഭയങ്കര തിൻ ഹെയർ ആണ് എനിക്ക്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടില്ല, ഒരു ബൗൺസ് ഫീൽ കാണാനൊന്നും പറ്റുന്നില്ല, ഇവിടെ ബൗൺസ് ഫീൽ വരും. സോ അതിനിത് ഭയങ്കര നല്ല സാധനമാണ്. ഇപ്പോൾ ഫുൾ ഹെയർ സെറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഫ്രണ്ട് മാത്രമേ സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഹെയർ ഇപ്പോൾ വന്നിട്ട് പകുതി അതായത് ഇവിടെയൊക്കെ പുതിയ കേളി ഹെയർ. ആക്ച്വലി എൻ്റെ ഹെയർ കേളി ഹെയർ ആണ്. ഞാൻ അത് സ്മൂത്തനിങ് സ്ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, പെർമനന്റ് സ്മൂത്തനിങ് സ്ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ സമയം ഒരു മോർ ദാൻ 1 ഇയർ ആയിട്ട് ഞാൻ ഈ സ്മൂത്തനിങ് ഒന്നും ചെയ്യുന്നില്ല. സോ എൻ്റെ പുതിയ ഹെയർ പകുതി ഇതുവരെ ചുരുണ്ടതും ബാക്കി ഞാൻ പണ്ട് ചെയ്ത സ്മൂത്തനിങ് ആണ് താഴോട്ട് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ നാച്ചുറൽ ഹെയർ ആണെങ്കിൽ പല രീതിയിൽ കേൾസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി ഇതിൽ ഇടാൻ പറ്റും. എനിക്ക് പിന്നെ അങ്ങനെ പറ്റാത്തത് പാർഷ്യലി സ്മൂത്തും പാർഷ്യലി എൻ്റെ നാച്ചുറൽ ഹെയർ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെയുള്ള കേൾസ് ഒക്കെ ഇപ്പം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ആ കേൾസ് ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പല രീതിയിൽ ഇത് ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് പറ്റത്തില്ല, കാരണം എൻ്റെ പാർഷ്യലി സ്ട്രെയിറ്റ് ചെയ്ത് സ്മൂത്തനിങ് ചെയ്തിട്ടുള്ള ഹെയർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ട് പോർഷനൊക്കെ നല്ല രീതിയിൽ ഒരു ബൗൺസി ഫീൽ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഹെയർ തിന്നാണ്ട് ഭയങ്കരമായിട്ട് ചപ്പിയിരിക്കും. പക്ഷേ ഇത് യൂസ് ചെയ്ത് നമുക്കത് നേരെയാക്കാൻ പറ്റും. പിന്നെ നമ്മൾ മുടി ഉണക്കണം എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ തൊട്ടടുത്തൊരു ബ്ലോ ഡ്രൈൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫ്ലവർ സിമ്പിൾ വെച്ചിട്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയർ വേണമെങ്കിൽ ഉണക്കുകയും ചെയ്യാം. അതിനിടയ്ക്ക് അത് സിൽക്കി സ്മൂത്ത് ആവും. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ഹീറ്റ് പ്രൊട്ടക്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്താവും. റെഗുലറി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് എന്തായാലും യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ മുടി കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോകും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സിറം അപ്ലൈ ചെയ്യും. സിറം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഷൈനും കാര്യങ്ങളൊക്കെ വരും. സോ ഇതാണ് ലാസ്റ്റ് എൻ്റെ ഹെയർ ഇപ്പോൾ കിടക്കുന്നത്. സോ ഇതിൻ്റെ കാര്യമൊക്കെ പറയാം, എന്താണ് ഇത് സംഭവം, എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ, കാര്യങ്ങളെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു തരാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, അഗാരോൻ്റെ വോളിമൈസർ ഹെയർ ഡ്രയർ ആണ് സംഭവം. ഇത് ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. ഗ്യാരണ്ടി കടക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. ഇത് മോർ ദാൻ 1 ഇയർ ആയി ഞാൻ മേടിച്ചിട്ട്. പിന്നെ ഇവർ പറയുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ബ്രിസിൽസ് ആണെന്നാണ്. 24K ഗോൾഡ് സ്റ്റൈലിംഗ് സർഫസ് ഫോർ ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ആൻറ്റി സ്കാൽപ്പിംഗ് ടിപ്പ്, അയോണിക് ടെക്നോളജി ടു റെഡ്യൂസ് ഫ്രിസ്, സ്വിസിൽ പവർ കോഡ്. ഇത്രയാണ് അവർ പറയുന്ന അഡ്വാൻറ്റേജും കാര്യങ്ങളും. അതായത് സ്വിസിൽ പവർ കോഡ് എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് റൊട്ടേറ്റ്, നമ്മൾ ഹെയർ ഇങ്ങനെ അങ്ങനെയൊക്കെ ആക്കുമ്പോൾ ചിലത് ഇങ്ങനെ തന്നെ ഇരിക്കത്തില്ല, അത് അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. ഇത് മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏത് ഡയറക്ഷനിലും മൂവ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് പിടിക്കാൻ നല്ലൊരു സൗകര്യമുള്ള ഗ്രിപ്പുണ്ട്. പിന്നെ ഈ ബ്രിസിൽസ് നമുക്ക് ചൂട് നമ്മുടെ സ്കാൽപ്പിലൊന്നും തരത്തില്ല. പിന്നെ എന്താണ്, ഈവനായിട്ട് നമ്മുടെ ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് 24K ഗോൾഡ് കവറിങ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇത് ഭയങ്കര നല്ലതാണ്. എൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. കേളി ഹെയർ പെട്ടെന്ന് നമുക്കൊന്ന് സ്ട്രൈറ്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം മാത്രം മതി. ജസ്റ്റ് നമുക്ക് സ്റ്റൈൽ ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് ആ പ്രോസസ്സിന് നമുക്ക് ഫംഗ്ഷന് പോകാം. പിന്നെ സംബന്ധിച്ച് പിന്നെ ചെയ്തത് സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്താൽ ഇപ്പോൾ കേളി ഹെയർ ഉള്ള ഒരാൾ ഇത് ചെയ്ത് സ്മൂത്തായിട്ട് ഇട്ടിട്ട് പോവാണ്. പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ തല സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ നോർമൽ ഹെയറിലോട്ട് പോകും. സോ അത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് പോവാം. നമ്മൾ എങ്ങനെയാണോ ഹെയർ സെറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ അത് കുറച്ചധികം നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, കാരണം ഞാൻ അത്ര ലോങ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനൊന്നും പോകുന്നില്ലല്ലോ. പോകുമ്പോൾ നമുക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ പാർഷ്യലി നേരത്തെ പറഞ്ഞാൽ പാർഷ്യലി ഇങ്ങനെ ആയതുകൊണ്ട് അധികം സെറ്റിംഗ് കാര്യങ്ങളൊന്നും ഇതിലില്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിടന്നാൽ മാത്രം മതി എന്നുള്ളൊരിതാണ്. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ഹെയർ ആണ്. ഇവിടേക്ക് വരുന്ന കേളി ഹെയർ ഒക്കെ ഭയങ്കര ഫ്രിസിയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ താങ്ങ് നല്ല ഭംഗിക്ക് ഇങ്ങനെ ഇരിക്കും. സോ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ ഇതിന് ഇങ്ങനത്തെ ഒരു കേബിളാണ് വരുന്നത്. ജസ്റ്റ് പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഹീറ്റും 2 സ്പീഡ് സെറ്റിംഗും ആണുള്ളത്. നമ്മുടെ മുടീൻ്റെ തിക്നെസ്സും വോളിയൂമും ഒക്കെ നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പേര് പറയുന്ന പോലെ വോളിമൈസിങ് ഹെയർ ഡ്രയർ ആണ്. വോളിമൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ചെയ്യുന്നുണ്ട്, ഭയങ്കര രീതിയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആകെ 2-3 ആകെ എനിക്ക് ഇത്ര മുടിയുള്ളൂ, ബാക്കിൽ അങ്ങനെ മുടിയൊന്നുമില്ല, ഇത്രയും മുടിയേ ഉള്ളൂ എനിക്ക്.
പക്ഷേ ഇത് ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ ഇതിലും ഗതികേടാണ് ഈ മുടി. അതായത് ഭയങ്കര ഇതായിട്ട് വെള്ളം കൂടി തന്നെ ഭയങ്കര ഇതായിട്ടിരിക്കും. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു വോളിയം ഉള്ള പോലെ നമുക്ക് തോന്നിക്കും. സോ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വോളിയമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഹീറ്റ് ആവുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഹീറ്റൊന്നും ആവില്ല. പക്ഷേ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ അഫ്കോഴ്സ് ആ ഒരു മെഷീനാണല്ലോ, അത് ഹീറ്റ് ആവും. പക്ഷെ ഭയങ്കര ഹീറ്റൊന്നും നമ്മുടെ കയ്യിൽ തൊടാൻ പറ്റാത്ത ഹീറ്റ് അങ്ങനെയൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ചൂടൊന്നും നമുക്ക് അങ്ങനെ അടിക്കത്തൊന്നുമില്ല. കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് കഴുത്തിലൊക്കെ കൊണ്ടാലും അങ്ങനെ ചൂടൊന്നും പൊള്ളുന്ന ചൂടൊന്നുമില്ല സംഭവത്തിന്. ഓക്കെ, കമ്മലിൽ നിന്നാണ് ഇന്ത്യയിൽ പോയത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ സംഭവം. എന്നിട്ട് ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഭയങ്കര വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുക്കാൽ മുടിയും ഇതാകണ്ടോ, ഇതൊക്കെ എൻ്റെ മുടിയാണ്. നമ്മുടെ മുടി കുറേ ഇതിൻ്റെ അകത്തോട്ടിരിക്കും. പക്ഷേ അല്ലെങ്കിൽ മുടി ഒഴിയുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും വലിയ മുടി ഒഴിച്ചിലൊന്നും മുടി പോകുന്നതായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. കുറച്ച് മുടി ഇതിലിരിക്കും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം കൂടി അവിടെ ചുറ്റിപ്പിടിച്ചിരുന്നു ലാസ്റ്റ് അത് മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. സോ ക്ലീൻ ചെയ്യണം ഇത് യൂസ് ചെയ്തിട്ട്. മുടി ഇതിൽ നിന്ന് പോകും. പക്ഷേ ഇത് എനിക്ക് 2-3 യൂസിലെ മുടിയാണ് കേട്ടോ. ഫസ്റ്റ് യൂസിലെ മുടിയല്ല, 2-3 വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടിരിക്കുന്ന മുടിയാണ്. ഭയങ്കരമായിട്ട് നമ്മൾ മുടി പിന്നെ വലിച്ചെടുക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ ഉടക്കൊക്കെ നമ്മൾ മുടിയിൽ വന്ന് ഇരിക്കുവാണ്. എന്നിട്ട് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത് യൂസ്. നമ്മൾ ചീപ്പോണ്ട് ആദ്യം ഒന്ന് കോംബ് ചെയ്ത് ഉടക്കൊക്കെ കളഞ്ഞിട്ട് കുടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് എടുക്കുവാണെങ്കിൽ നമ്മൾ മുടിയിൽ അങ്ങനെ ഉടക്കൊന്നും കാണത്തില്ല. മുടി അങ്ങനെ പുള്ളി ചെയ്ത് വരത്തുമില്ല. സോ ഇതാണ് എനിക്ക് തോന്നിയ ഡിസഡ്വാൻറ്റേജ്. കുറച്ച് മുടി അത് പുള്ളി ചെയ്ത് എടുക്കുന്നുണ്ട്. അഫ്കോഴ്സ് ഇതൊരു മെഷീനാണ്. നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം കൂടിയാണിത്. അപ്പം ഇത് നമുക്ക് എടുക്കാനുള്ള ചാൻസസ് കൂടുതൽ. സോ അങ്ങനെയാണ് ആ ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നി. വേറെ ഡിസഡ്വാൻറ്റേജ് ഒന്നുമില്ല. സോ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രൊട്ടക്ഷൻ, അതായത് ഡെയിലി യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ സ്റ്റൈൽ ചെയ്തിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേസ് യൂസ് ചെയ്യുക. ഇത് ലോങ് ലാസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റൈൽ ചെയ്ത ഹെയർ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക, ഹെയർ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് ഇത് ഉപയോഗിക്കരുത്. നമുക്ക് സെറ്റ് ആവത്തില്ല. നമ്മൾ നല്ലപോലെ ഷാമ്പൂ ഒക്കെ ചെയ്ത ഹെയറിൽ യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇതിന് വരത്തുള്ളൂ. എണ്ണയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരത്തില്ല. പെട്ടെന്ന് ആ വെള്ളം ഒന്നും തോർന്ന് പോകത്തൊന്നുമില്ല നമ്മുടെ ഹെയറിൽ നിന്ന്. സോ ഇതാണ് എൻ്റെ ഹെയർ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഹെയർ. അപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. സോ നമ്മുടെ ഇതിൽ സെറ്റിങ് കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ ഹെയറും തിക്നെസ് ഉപയോഗിച്ച് ഓരോന്ന് ചെയ്തിട്ട് നമ്മുടെ ഹെയർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണെങ്കിൽ സ്പീഡ് കൂട്ടി നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് സെറ്റാവും. സോ എൻ്റെ ഹെയർ ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞു. ഇപ്പോൾ ഇച്ചിരി ലെങ്ത് ഉണ്ട്. പ്രഗ്നൻസി സമയം നമ്മൾ ഹെയർ കട്ടിനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇച്ചിരി ലെങ്ത് വെച്ചിട്ടുണ്ട്. ഈ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണം, പലരും പോകാൻ സമയമില്ല എന്നൊക്കെയുള്ളവർക്ക് ഭയങ്കര വലിയ ഗിഫ്റ്റാണ് ഈ സാധനം. ജസ്റ്റ് എടുക്കുക, നമ്മൾ നല്ല മുടിയിൽ നല്ലപോലെ കോംബ് ചെയ്ത് വിട്ടാൽ തന്നെ നല്ലപോലെ എന്താ സിൽക്കി സ്മൂത്ത് ആയിട്ട് ഈ കിടക്കുന്നത് പോലെ ഇത് കിടക്കും. സോ നമുക്ക് പാർലറിൽ പോകാനുള്ള സമയമൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഭയങ്കര വലിയ വലിയ വാല്യുബിൾ ഗിഫ്റ്റാണ് ഈ സംഭവം. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് ചെയ്യുന്ന വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇതേപോലത്തെ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.
സോ അതുവരെയ്ക്കും ബൈ.